ഇന്നത്തെ സുവിശേഷത്തില് സ്നാപയോനന്റെ ശിഷ്യന്മാർ വന്നിട്ട് സ്നാപയോനോട് പറയുകയാണ്, നീ സ്നാനം നൽകിയ ഒരുത്തനുണ്ടല്ലോ, അവന്റെ നമ്മളെക്കാളും വലിയവനായി കൊണ്ടിരിക്കുകയാണ്. ജനം മൊത്തം, ഒരുപാട് ജനം അവന്റെ അടുത്തേക്ക് പോവുകയാണ്. ഒരുപാട് ഫാൻ ബേസ് അവന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്നാപയോനൻ അസൂയൊന്നും ഇല്ലാതെ പറയുകയാണ്, അവൻ വളരട്ടെ, ഞാൻ കുറഞ്ഞാലും കുഴപ്പമില്ല, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഇതേ കാര്യം തന്നെ പൗലോസിലെ ഇന്നത്തെ ലേഖനവാദത്തിൽ പറയുന്നുണ്ട്. ഫിലിപ്പിയിലെ സഭയോട് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേരിടേണ്ടി വന്ന ചില ബന്ധനങ്ങൾ അല്ലെങ്കിൽ ചില പീഡനങ്ങൾ നിമിത്തം ഈശോ വളർന്നു എന്നതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മനോഭാവത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവര് അവർ വളർന്നു കഴിയുമ്പോൾ ഒരു പെരുന്തച്ചൻ ഒരു സിൻഡ്രോം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവൻ എന്നെക്കാളും വലുതായി കഴിയുമ്പോൾ അവനെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു മനോഭാവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്ന സ്നാപയോനാൻ സിൻഡ്രോം. അതെന്താണ്? അവൻ വളരട്ടെ, ഞാൻ കുറയട്ടെ. ഈ സിൻഡ്രോം ബാധിച്ചവനായിരുന്നു പൗലോസ്ലിയ. ഈ സിൻഡ്രോം ബാധിച്ചവരായിരുന്നു ഈ സഭയിലെ എല്ലാ വിശുദ്ധരും. ദൈവം വളരട്ടെ, ഞാൻ കുറയട്ടെ. ഈ ഒരു മനോഭാവത്തിലേക്ക് വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.